إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം യഥാവിധി പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് സ്വാദിലെ 26-ാമത്തെ ചെറിയ ഒരു വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ വിശ്വാസത്തിലൂന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രതിപക്ഷമുണ്ടാവുക അല്ലെങ്കിൽ ഒരു ശത്രുപക്ഷമുണ്ടാവുക എന്നത് സ്വാഭാവികവും ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഓരോ നബിമാരുടെയും ചരിത്ര സംഭവങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നത് അവരുടെ പ്രതിയോഗികളുടെ കൂടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. മൂസാ അലൈഹിസ്സലാമയുടെ കഥ നമുക്ക് പറഞ്ഞു തരുമ്പോ ആ കഥയുടെ കൂടെ ഫറവോനിന്റെ കഥ കൂടി കടന്നു വരുന്നുണ്ട്. അതുകൂടി പറയുമ്പോഴാണ് മൂസാ അലൈഹിസ്സലാമയുടെ കഥ അത് പൂർണ്ണതയിലെത്തുക. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം പൂർണ്ണമാവുന്നത് നമ്രൂദിന്റെ ചരിത്രം കൂടി വായിക്കുമ്പോഴാണ്.
എല്ലാ നബിമാരുടെയും നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കുക. നൂഹ് അലൈഹിസ്സലാമയുടെ കഥ വായിക്കുമ്പോ അവിടെ നമുക്ക് മലക് എന്ന് പറയുന്ന ഒരു വരേണ്യ വർഗത്തിന്റെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ കാണാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോ ശിർക്കിനോട്, കുഫ്റിനോട്, മക്കത്തെ മുശ്രിക്കിനോട് എതിരിട്ട ചരിത്രം കൂടി വായിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുക. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, കദാലിക വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. ജിന്നുകളിലെ മനുഷ്യരിൽ ഉൾപ്പെട്ട പിശാചുക്കളെ അദുവീങ്ങളായി, ശത്രുക്കളായി എല്ലാ നബിമാർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തും വിശ്വാസി സമൂഹം വിശ്വാസത്തിൽ ഊന്നി നിൽക്കുമ്പോ എതിരാളികളും ശത്രുക്കളും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാലഘട്ടം ഇസ്ലാമിക സമൂഹത്തെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളെ കാണാം. അതിന്റെ കൂടെ തന്നെ ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് സ്വയം വളരാൻ ശ്രമിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അതത് സമൂഹങ്ങളെ ചേർത്തി വായിക്കണം. നമ്മുടെ അത്രയാണ് അതിന്റെ സൂചനയാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാലോ, വിശ്വാസികളെ, ആ സമൂഹത്തെ തന്നെ സാംസ്കാരികമായി തകർക്കാൻ കൈ നെയ് മറന്നുകൊണ്ടുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് നാട്ടിൽ കാണാം. അത് നിരീശ്വരവാദമായും യുക്തിചിന്തകളായും നിർമ്മലവാദങ്ങളായും മതം വിട്ടു പോവലായും ലിബറലിസമായും അങ്ങനെ ഭൗതികമായും എത്രയെത്ര പ്ലാറ്റ്ഫോമുകളിലെ നാസ്തികതയുണ്ട്, നിർമ്മതവാദമുണ്ട്, ഭൗതികവാദമുണ്ട്, മയക്കുമരുന്നുകളുടെ വലിയ ലോബികളുണ്ട്, ലോകമുണ്ട്. എല്ലാറ്റിലുമുപരി ജിന്നുമാന്റെ പേര് വരെ ഇന്ന് നമ്മൾ കേട്ടു. അതൊക്കെ മതത്തിന്റെ ചിഹ്നമണിഞ്ഞുകൊണ്ട് മതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, മന്ത്രവാദങ്ങളുടെ വേറെ ഒരുപാട് ലോകങ്ങൾ, കള്ളക്കടത്തുകാരുടെ വേറെ ഒരുപാട് ലോകങ്ങൾ. ഞാൻ സൂചിപ്പിച്ചത് ഇവർക്കെല്ലാം വേണ്ടത് ആരെയാണ്? മുസ്ലിം യുവതയെയാണ്. ലികുല്ലി നബിയ്യിൻ അദുവ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. എല്ലാവർക്കും, എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉള്ളതുപോലെ ഇവിടെയും ആരുണ്ട്? ഇൻസിൽപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് പൈശാചിക പ്രേരണകൾ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഞാനിതിങ്ങനെ ഒരു ആമുഖമായി പറഞ്ഞു തുടങ്ങിയത് എന്തിനറിയോ? ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു നിസ്സംഗത പുലർത്തിയാൽ, ഉറക്കം നടിച്ചാൽ ഒരു തലമുറയെ നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് നിലവിലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ CHDS എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട് ഇന്ത്യയിലെ തന്നെ. വികസ്വരമാകുന്ന സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഏജൻസിയാണത്. സെന്റർ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി എന്നാണ് അതിൻ്റെത്. അത് ഓരോ മതസമൂഹങ്ങളെയും അവയുടെ യുവാക്കളെയും അതുപോലെ തന്നെ മുതിർന്നവരെയൊക്കെ കുറിച്ച് വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ട് കണക്കുകൾ പുറത്തുവിടും ഓരോ 5 കൊല്ലം കൂടുമ്പോഴും. 2016-ലും 2021-ലും അതിന്റെ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. 16-ലെ കണക്ക് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ വിശ്വാസി സമൂഹത്തിലെ ചെറുപ്പക്കാർ വിശ്വാസത്തോട് എത്രമാത്രം കൂറ് പുലർത്തുന്നുണ്ട്, പ്രതിബദ്ധത പുലർത്തുന്നുണ്ട് എന്ന്, അതേപോലെ തന്നെ മതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെന്നുള്ള പഠനങ്ങൾ അവർ പറഞ്ഞതിൽ 97% മുസ്ലിം യുവാക്കളും അവരുടെ മതവിശ്വാസത്തോട് കൂറു പുലർത്തുന്നു എന്നാണ് 16-ലെ റിപ്പോർട്ടുള്ളത്. 97%. അത് 2021 ആയപ്പോൾ അതിന്റെ റിപ്പോർട്ടിൽ വന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാര് 97% നിന്ന് 86% കുറഞ്ഞു എന്നാണ്. ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാണത്. ഈ കണക്കുകൾ വെറുതെ അല്ല.
11% മതത്തോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു വെച്ചാൽ നമ്മുടെ മക്കള് മതത്തോടുള്ള പ്രതിബദ്ധത കുറഞ്ഞ് മതത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഈമാൻ ചോർത്തിക്കളയുന്നതിന്റെ ഭാഗമാവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെയും കൂടി പഠിക്കണം. ഇക്കാലത്താണ് സിഖ് സമൂഹത്തില് അവരുടെ യുവാക്കൾക്ക് 4% അധികം മതബോധം വന്നു എന്നാണ്. ക്രിസ്തീയ സഹോദരങ്ങളിൽ 2% യുവാക്കൾക്ക് അവരുടെ മതത്തോടുള്ള അപൂർവം പ്രതിബദ്ധതയും കൂടിയനാണ്. ഇവിടെ 11% കുറവ് വന്നു എന്നാണ്. നമ്മുടെ മദ്രസകള്, നമ്മുടെ പള്ളികള്, നമ്മുടെ നമസ്കാരങ്ങള് ആളുകളൊക്കെ പൊതുവെ നോക്കിയാൽ കൂടിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതിനോടുള്ള കൂറ് പുലർത്തുന്നവർ ഇഖ്ലാസ് കുറയുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്ലാമിനെ എതിർക്കുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടി. മുസ്ലിമീങ്ങൾ, എക്സ് മുസ്ലിമീങ്ങൾ, അവർക്ക് നാട്ടിലാകെ ദീന് വിട്ടുപോയ ആളുകൾക്ക് ലോകത്ത് സംഘടന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന്ന് പോകുന്ന ആളുകൾക്ക് മാത്രമാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ആ എതിർപ്പിന്റെ ശക്തികൾ കൂടിയെന്നാണ്. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മുടെ യൗവനങ്ങളെ ആദർശവൽക്കരിക്കുക, അവരെ ഇസ്ലാമീകരിക്കുക, ആ ചുറ്റുപാടിൽ നിലനിർത്താൻ ശ്രമിക്കുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കാനുണ്ട്. യുവത്വം അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും സുവർണ കാലമാണ്. കാരണം ഒരു മനുഷ്യന് വാർദ്ധക്യമെത്തുമ്പോ ഏറ്റവും നീണ്ട കാലം ജീവിക്കുന്നത് ആരായിട്ടാണ്? യുവാവായിട്ടാണ്. ഒരു 18 വയസ്സ് മുതൽ 55 വയസ്സിൽ കൂടുതൽ കാലവും യുവാവാണെന്നാണ്. ഇപ്പൊ നമ്മളുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ടുകൾ വായിച്ചിരിക്കും. ഒരു നിയമം, 55 വയസ്സുള്ള ഒരാളെയും നമ്മൾ വാർദ്ധക്യം പ്രാപിച്ച ഒരാളാണെന്ന് പറയാൻ പാടില്ല. കാരണം 55 നമ്മളുടെ ആയുസ്സിന്റെ അളവ് കൂടിയിട്ടുണ്ട്. അത് പറയാൻ ഇപ്പൊ നേരമില്ല. അപ്പോ 55 എന്ന് പറയുന്നത് വാർദ്ധക്യമല്ല, അപ്പൊ ഒരു നീണ്ട കാലമാണ്. ജീവിതത്തിൽ ഏറ്റവും നിറപ്പകിട്ടാർന്ന കാലം. അമലുകൾ ചെയ്യാനുള്ള ഊർജം ഏറ്റവും കൂടുതൽ നിറച്ചു വച്ചിരിക്കുന്നത് യുവത്വത്തിലാണ്. എന്താണ് അങ്ങനെ പറയുന്നതെന്നറിയോ? നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന ഒരു കാര്യം ശരീരത്തിന്റെ പിന്തുണയോടുകൂടി 100% വിജയിപ്പിക്കാനുള്ള കാലം അതാണ്. അതുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങളും യുവത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഭരണം പിടിക്കാനും ഭരണം മറിക്കാനും ഒക്കെ ആര് വേണം? തല്ലുകൊള്ളാനും പിക്കറ്റിങ്ങിനൊക്കെ അവർ വേണം. അത് മാത്രമല്ല, യൂത്ത് അഫേഴ്സ് മിനിസ്റ്ററി ഇല്ലാത്ത ഒരു നാട് പോലും ലോകത്തുണ്ടാവില്ലല്ലോ. അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായും നമ്മളൊരു കാര്യം ആലോചിക്കണം. ഞാനിങ്ങനെ പറഞ്ഞു വന്നതിന് എന്തിനാന്ന് ചോദിച്ചാൽ, യൗവനത്തിന്റെ ഊർജം ശരിയല്ലാത്ത വഴികളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മുടെ പ്രതിസന്ധി, നമ്മളെ ഭാര്യ മാത്രം ഇപ്പൊ നോക്കുക, വേറെ നാട്ടിയതല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രതിസന്ധി അതാണ്. അപ്പൊ ചില തീരുമാനങ്ങൾ എടുത്താണ് നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്നാ. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇസ്ലാമിന്റെ പ്രാരംഭകാലം നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ കാലം എന്ന് പറയണത് ചില ചരിത്രകാരന്മാര് തന്നെ സഹോദരങ്ങളെ സൂചിപ്പിച്ചുള്ളത്, ഇസ്ലാം എന്ന് പറയുന്നത് ഇത് ചെറുപ്പക്കാരുടെ മതമാണോ എന്നവർ ചിന്തിച്ചിരുന്നു എന്നാണ്. നുബുവത്ത് മുത്തുനബിക്ക് കിട്ടിയത് 40 വയസ്സിലാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യം പുറത്തുനിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച സിദ്ദീഖുൽ അക്ബറിന് അന്ന് പ്രായം റളിയല്ലാഹു അൻഹു 38. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 30. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 10. അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ കടത്തിയ പ്രായം 22. നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ, മുആദ് ഇബ്നു ജബൽ, കഅബ് ഇബ്നു മാലിക്, ഉസാമത്ത് ഇബ്നു സയ്ദ്, സഅദ് ഇബ്നു മുആദ്, ആദ്യകാലത്തുള്ള സ്വഹാബികൾ ഉണ്ടല്ലോ, അതൊക്കെ 30ൽ താഴെ പ്രായം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു ജീവിത. 27ലാണ് മുസ്ലിമാവണത്, 32ലാണ് മരിക്കുന്നത്. 5 കൊല്ലം ആ ജനാസ വഹിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസയെ ഒന്നിങ്ങനെ താങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞു, മലായികത്തീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു പരിസരമാണിത് എന്ന്. ഇത്ര 5 കൊല്ലം മുസ്ലിമാവണുള്ളൂ.
ഞാൻ ഈ കഥകൾ ഇങ്ങനെ പറയണെന്നറിയോ, ചേർത്തി പറയാൻ സമയമില്ലാത്തോണ്ടാ. ഇന്ത്യ ഇങ്ങടെയൊക്കെ പ്രായങ്ങൾ കാണുക. നമ്മുടെ പ്രായം നമ്മൾ പരിശോധിച്ചിട്ട് ഒരായുസ് 30 ഏതായാലും കഴിഞ്ഞല്ലോ, 50 കഴിഞ്ഞു. എന്നിട്ട് ഒരു ചരിത്ര വായന ജീവിതത്തിലോട് നടത്തിയൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത യുവാക്കള്, അള്ളാഹുവിൽ വിശ്വസിച്ച യുവാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്നറിയോ, ഇന്നഹു ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. സൂറത്തുൽ കഹ്ഫ് എന്നു വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് ഓതലൊരു സുന്നത്താണ് എന്നുള്ളൊരു വാക്ക് തന്നെ വന്നത് എന്തിനാ? ഈ യുവാക്കളെ കുറിച്ച് ഓർക്കാനാ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലം അപകടകരമാണ്. ആധുനിക മീഡിയകള് പല ഉത്തരവാദപ്പെട്ട ഔദ്യോഗിക കേന്ദ്രങ്ങൾ വരെ നമ്മുടെ മക്കളെ, യുവതിയുവാക്കളെ മതനിഷേധ പ്രസ്ഥാനങ്ങൾ വരെ റാഞ്ചിക്കൊണ്ടുപോവുക. പക്ഷെ തട്ടിട്ടുണ്ടാവും, നല്ല താടിയുണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ അവരെ റാഞ്ചി എടുക്കുകയാണ്. മതനിഷേധികളായ ആളുകൾ ഇവരുമായി നിരന്തരം ബന്ധം പുലർത്തുകയാണ്. പുതിയ പുതിയ പേരുകളിൽ സ്വതന്ത്ര ചിന്തകൾ, അല്ലെങ്കിൽ യുക്തി ചിന്തകൾ, പുരോഗമനങ്ങൾ പലതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മക്കളെ കൊണ്ടുപോകുന്നത്. ഇത് പറയുമ്പോ ഈ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വാക്കുണ്ടല്ലോ ഇപ്പൊ ഈ നാട്ടിൽ, ലിബറലിസം എന്ന് പറയുന്നത്. പറയുമ്പോൾ ഒരു ആയത്ത് ശ്രദ്ധിക്കണം ആദ്യം. സൂറത്ത് സ്വാദിലെ 26-ാമത്തെ വചനം, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ഹഖായ നിലയിൽ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കണം. എന്നിട്ട് അടുത്ത് പറഞ്ഞറിയാം, വലാ തത്തബിഅൽ ഹവാ, ഒരിക്കലും ഇച്ഛയെ പിന്തുടരരുത്. താൽപര്യങ്ങളെ, ഇച്ഛയെ പിന്തുടർന്നാൽ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് അത് നിന്നെ തെറ്റിച്ചു കളയും. ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹ്. ഈ വാക്കുകൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. എല്ലാത്തിനും ചിലപ്പോ ബയാൻ തരാൻ കഴിഞ്ഞോളന്നുണ്ടാവില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുണ്ടല്ലോ, ലഹും അദാബുൻ ശദീദുൻ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് നമ്മളെ നാടിന്റെ പരിസരങ്ങൾ. ബാക്കി ഖിയാമത്ത് നാൾ പറയുന്നുണ്ട്, ബിമാനസു യൗമുൽ ഹിസാബ്. അങ്ങനെ തെറ്റ് സംഭവിക്കുന്നത് യൗമുൽ ഹിസാബിന് മറന്നതുകൊണ്ടാണ്. അതിന്റെ ശിക്ഷ എവിടുന്നാ തുടങ്ങുന്നത്? ദുനിയാവ് തന്നെ തുടങ്ങാ. വഴിവിട്ട ജീവിതം നയിച്ച ആളുകളുടെയൊക്കെ പര്യവസാനങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഈ സ്വതന്ത്ര ചിന്ത എന്ന് കേൾക്കുമ്പോ നമുക്ക് വളരെ നന്നായി തോന്നും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഞാൻ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നിടത്ത് എന്നെ സമൂഹം നിയന്ത്രിക്കേണ്ടതില്ല, രാഷ്ട്രം നിയന്ത്രിക്കേണ്ടതില്ല, മതമോ ദൈവമോ നിയന്ത്രിക്കേണ്ടതില്ല. അതെന്റെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ എതിർക്കുന്നത്? കേൾക്കുമ്പോ നമുക്കൊക്കെ തോന്നും ഒരു ഫ്രീഡം തോന്നുന്ന നല്ലൊരു വാചകമാണ് എന്നുള്ളത്. അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വലിയൊരു സംഗതി കൂടിയുണ്ട് സഹോദരങ്ങളെ. എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ നടക്കും, ഇഷ്ടമുള്ളത് കുടിക്കും, ഇഷ്ടമുള്ള പോലെ തിന്നും, ഇഷ്ടമുള്ള പോലെ ഉടുക്കും, ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ള പോലെ മുടിവെട്ടും. അത് ഉടുക്കതൊക്കെ പല മോഡലാണ്. അതിന് എനിക്ക് എന്റെ അധികാരമുണ്ട്, എന്റെ ജീവിതമാണ്, എന്റെ തീരുമാനമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി എന്നുള്ളതാണ് ശരിക്കും. സത്യത്തിൽ ഒന്നുകൂടി ഇതൊക്കെ നാട്ടിലുള്ള കഥ. നിങ്ങൾ നമ്മുടെ കുട്ടികളോട്, എവിടെ ഒരു 28-30 വയസ്സായ മക്കളോടല്ല, അതിന് കുറച്ചും കൂടിയൊക്കെ താഴെയുള്ള മക്കള്, 16-17 വയസ്സുള്ള എന്റെ മോളോട് ഞാൻ ചിലത് പറയുമ്പോ അവളുടെ തിരിച്ചുള്ള പ്രതികരണം കേൾക്കുമ്പോ എന്റെ 30-28 വയസ്സുള്ള ചെക്കൻ തരിച്ചിരിക്കും. കടച്ചവൻ എന്റെ ഉപ്പാനോട് ഒരു ഫുട്ബോൾ വാങ്ങാനുള്ള പൈസ ചോദിക്കാനും പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് അപ്പോഴാണ് ഈ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ആ ജനറേഷന്റെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചു. നമ്മുടെ മക്കളോട് വല്ലതും നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, നല്ലത് പറയാൻ പോയാൽ, ആ പ്രതികരണങ്ങളിലുള്ള ഒരു പൊതു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ ശല്യപ്പെടുത്തുന്നത്, എന്റെ ഇഷ്ടത്തിന് നിങ്ങളൊന്നും അനുവദിക്കൂലല്ലോ, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, ഒരു സ്വാതന്ത്ര്യവും തരൂലല്ലോ എന്നായിരിക്കും പൊതുവെയുള്ള പ്രതികരണങ്ങൾ. തന്നിഷ്ടങ്ങളെ വകവെച്ചു കൊടുക്കണം. പ്രിയരെ,
വലാ തത്തബിഉൽ ഹവാ. ഈ ആയത്തിലേക്ക് നിങ്ങൾ വരണേ. ഹവയെ നിങ്ങൾ പിന്തുടരരുത്. പിന്തുടർന്നാൽ നേരായ വഴിയിൽ നിന്ന് തെറ്റും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, സ്വന്തം കാര്യം തീരുമാനിച്ചാൽ വഴി തെറ്റും. മനുഷ്യരായ നമുക്കൊക്കെ, നിങ്ങളിന്റെ കൂടെ വരണേ, നമുക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടം മധുരമാണ്. പഞ്ചസാരനോട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര മിഠായി കൊടുത്താലും മതിയാവൂല, അല്ലേ? ആ മക്കൾക്ക് മിഠായി എത്ര ചോദിച്ചാലും കരഞ്ഞാലും നമ്മൾ കൊടുക്കാറുണ്ടാവും. അങ്ങനെ അവന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് എവിടെ 6 അടി മണ്ണില, അല്ലേ? ചില മനുഷ്യർക്ക് ചില സ്വഭാവങ്ങളുണ്ട്. മുതിർന്നവരെന്താ ചെയ്യാന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചില കുട്ടികൾക്ക് ഇഷ്ടം മണ്ണ് തിന്നുന്ന സ്വഭാവം ഉണ്ടാവും. ചില വലിയ ആൾക്കാരെ നോക്കി നിങ്ങൾ അരി തിന്നുന്ന സ്വഭാവം ഉണ്ടാവും, കരി തിന്നുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടാവും. ചില മനുഷ്യന്മാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നല്ല മധുരം തിന്നുന്ന സ്വഭാവം ഉണ്ടാവും. അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ കുപ്പിച്ചില്ല് വരെ തിന്നുന്ന മനുഷ്യന്മാരുണ്ട് കേട്ടോ. അതിന് നിയന്ത്രണം വരുത്തിയില്ലെങ്കിൽ ആ മനുഷ്യന്മാരിന്ന് എവിടെയാ? എല്ലാം ഇഷ്ടമെന്ന് വാദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് കുട്ടികളെക്കാളും കൂടുതൽ അറിവ് കുറച്ചും കൂടി മൂക്കണ ആൾക്കാർക്ക് വയസ്സുകൊണ്ട് മൂക്കുമ്പോ. എന്ന് തന്നെ ഈ പ്രകൃതിയെ വെച്ച് നോക്കിയാൽ നമ്മുടെ വിവരങ്ങൾ സഹോദരങ്ങളെ എത്ര ചെറുതാ. അതുകൊണ്ടാ വലാ തത്തബിഉൽ ഹവാ എന്ന് പറഞ്ഞത്. ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഇഷ്ടം എന്ന് പറയുമ്പോ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എത്ര ശതമാനം ഇഷ്ടം നടക്കുന്നുണ്ട്? നമ്മുടെ ഇഷ്ടത്തിനായി ഈ ശരീരം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ശ്വാസോച്ഛ്വാസം പ്രവർത്തിക്കുന്നത്, സിരകളിലൂടെ രക്തമൊഴുകുന്നത്. എന്റെ ശരീരത്തിൽ എനിക്കെന്ത് സ്വാതന്ത്ര്യമുള്ളത്? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് മറ്റൊരുത്തനാണെങ്കിൽ അവന്റെയും ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണ്ടേ? അതുകൊണ്ടാണ് തെറ്റുപറ്റാത്ത, തിരുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യവസ്ഥിതി ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നവന്റെ വ്യവസ്ഥിതിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജാഹിലിയ്യത്തിന്റെ നിയമങ്ങളാണോ? അല്ലാഹുവിനേക്കാളും നല്ല ഹിക്മത്ത് തരാൻ, വിധി തരാൻ മറ്റാരാണ് ലോകത്തുള്ളത് എന്നാണ്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, സമയമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് പറയുന്നവർ അവസാനമായി ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം എന്തറിയോ? അങ്ങനെ ആവശ്യപ്പെടുന്നവരെല്ലാവരും ചെന്നുപെടുന്നത് 2 മേഖലയിലാണ്. ഒന്ന് ലഹരിയിലും ഒന്ന് ലൈംഗികതയിലുമാണ് സഹോദരങ്ങളെ. വേറൊരു ഭാഗത്തുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാം നമ്മുടെ സന്തോഷത്തിനെതിരെ നിന്നിട്ടുണ്ടോ? ഇസ്ലാം അനുസരിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഭക്ഷണത്തിനോ പാനീയത്തിനോ സന്തോഷത്തിനോ എന്തിനെങ്കിലും ഒരു യാത്രക്കോ ഇസ്ലാം എതിരുണ്ടോ? ആകെ ഇസ്ലാം എന്താ പറഞ്ഞത്? 5 നേരം നിസ്കരിക്കണം, ഹലാലും ഹറാമും നോക്കണം, അല്ലേ? ഹറാമിന്റെ അടുത്ത് കൂടി പോവണ്ട, നിയമങ്ങൾ പാലിക്കണം. ആകെ 2 സംഗതിക്ക് തടസ്സം നിന്നിട്ടുള്ളൂ. ആ 2 സംഗതി അതാ. ഒന്ന് ലൈംഗിക അരാജകത്വം, അത് ഞാൻ പറഞ്ഞുതരാനുള്ള സമയം കൊണ്ട്. മറ്റൊന്ന് ലഹരി. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ സഹോദരങ്ങളെ, നിയമം പാലിക്കണം. വലാ തത്തബിഉൽ ഹവാ. ഈ നിയമം പാലിക്കുമ്പോഴല്ലേ ജീവിതത്തിൽ സുഖമുണ്ടാകുക. എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഫുട്ബോൾ കളി ഭംഗിയായിട്ട് നടക്കുക, എന്തൊക്കെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മൾ ഓടിക്കണ വാഹനത്തിന് എന്തിനാ ബ്രേക്ക്? ആദ്യം നമ്മൾ നോക്കുന്നതിന് ബ്രേക്ക് ഉണ്ടോന്നല്ല ചോദിക്കാം. 140 സ്പീഡിൽ ഈ NH-ൽ, ഈ ഹൈവേയിൽ ഈ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നാവേണ്ടത് ഏതാ? എണ്ണയല്ലല്ലോ വേണ്ടത്, വാഹനത്തിന്റെ. ആദ്യം ബ്രേക്ക് ഉണ്ടോ നോക്കണം. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, അല്ലേ? ജീവിതത്തിൽ എന്തും സന്തോഷകരമായി പോകണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച വഴികളിലൂടെ തന്നെ പോകണം സഹോദരങ്ങളെ. കാരണം എന്തറിയോ? നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് അനുഭവിക്കും. ഈ ഒരു ഭയം നമ്മുടെ മനസ്സിൽ വേണം. അലസമായി കേൾക്കേണ്ട വാക്കല്ല ഞാൻ പറഞ്ഞത്. ഫലാ തഅറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഅറന്നകും ബില്ലാഹിൽ അറൂർ. അല്ലാഹു പറയാ, വഞ്ചകനായ ഈ മണ്ണ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്തിനാ വഞ്ചന എന്ന് പറയാ? നിസ്സാരമായ ലാഭങ്ങളും സന്തോഷങ്ങളും കാണിച്ചുകൊണ്ട് വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കുക. അതാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ. ദുനിയാവില്
വലിയ പങ്കുണ്ട്, പിശാചിന് അതിന്റെ വലിയ പങ്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖേത? നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം ലൈംഗിക സുഖം തന്നെയാണ്, അല്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, എനിക്ക് രണ്ടെണ്ണം ഇഷ്ടമാണ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് എന്റെ കുടുംബമാണ്. അതെന്തിനാ പറഞ്ഞെന്നറിയോ? അതിനെ അനുവദനീയമായി ആസ്വദിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയുണ്ടാവുക. നിങ്ങൾ നോക്കിയ പുതിയ പഠനങ്ങൾ, പുതിയ മക്കളിലുള്ള പഠനങ്ങൾ, വിവാഹ ജീവിതത്തിൽ സെക്സിൽ പരാജയം വരുന്ന ആളുകൾ, കുടുംബജീവിതം തകർച്ച നേരിടുന്ന ആളുകൾ ആരാന്നറിയോ? തൊട്ടു മുമ്പുള്ള ജീവിതത്തിലെ വഴിവിട്ട അനുഭവങ്ങളായിരിക്കും അവരെ ഇക്കോലത്തിൽ എത്തിച്ചിട്ടുണ്ടാവുകയെന്നാണ്. എന്തിനായിരിക്കും അള്ളാഹു ചിലത് ഹറാമാക്കിയിട്ടുണ്ടാവുക? ശരിക്കും പഠിക്കണം. ചിലത് ഹറാമാക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആ നിരോധനത്തിന്റെ പിന്നിലും യുക്തിയുണ്ട്. ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ശാശ്വത സുഖങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാണ് ഈ ലോകത്ത് മാനസിക രോഗികളാവുന്നത് എന്നാണ്. അതുകൊണ്ടാണ് വലാ തത്തബിഉൽ ഹവ എന്ന് പറയാനുള്ള കാരണം. ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്ത് ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ വഴികളിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വേറെ വഴികൾ അന്വേഷിക്കും, അല്ലേ? ഞാൻ പറഞ്ഞത് ദീനിന്റെ മേഖലയിൽ നിന്ന് കിട്ടേണ്ട ഒരു സുഖമുണ്ട്. ഈ സുഖം ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. വേറെ സുഖമെന്ന് ഞാൻ പറഞ്ഞതറിയോ? നമ്മൾ പഴയ കാലത്ത് വന്ന വഴിക്ക് നമ്മൾ തിരിച്ചു പോകും. ഇപ്പൊ നമുക്കൊരു ടെൻഷൻ വരിക. ടെൻഷൻ വന്നാൽ നമ്മൾ ഉടനെ അള്ളാന്റെ ദീനിലല്ല പരിഹാരമെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തത് വീഡിയോ വലിക്കലാന്നുണ്ടെങ്കിൽ വലിച്ചോ എന്ന് മനസ്സ് പറയും. വേറെ ഏതെങ്കിലുമൊക്കെ തെമ്മാടിത്തങ്ങൾ ജീവിതത്തിൽ പഴയ കാലത്തുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീട്ടി പറയല്ല സഹോദരങ്ങളെ, നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തറിയാമോ? ഒരു ജോലിയാണ്. മാന്യമായ എന്ത് ജോലിയും ചെയ്യാം. അള്ള ബർക്കത്തിനെ ചോദിക്കുക പടച്ചോനോട്. അള്ള ഇതിന് ബർക്കത്തിനെ തരും. അപ്പൊ നമ്മളൊരാളെ തന്നെ ആദ്യം പരിചയപ്പെട്ടാൽ നമ്മൾ എന്താ ചോദിക്കാന്നറിയോ? പിന്നെ എന്താ പണിയെന്നാണ്. നമ്മുടെ പണി എന്താന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിൽ പണിയില്ലാത്ത ഒരു ഇടപാടുമില്ല. അന്യ സംസ്ഥാനക്കാർക്ക് എത്രങ്ങാനും പണിയുണ്ട് ഇവിടെ. അതുകൊണ്ട് എന്ത് ജോലി ഹലാലായത് എന്തും അത് ചെയ്യാം. നന്നായിട്ട് പടച്ചവനോട് ബർക്കത്തിനെ ചോദിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അതിൽ രണ്ട് അവസരങ്ങൾ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ യൗവനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ കൊണ്ടുപോകാൻ രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, ഈ പുതിയ തലമുറ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹമേ വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുണ്ട് ഇതിന്റെ അപകടം. എന്താ വിവാഹം വേണ്ട എന്ന് പറയണമെന്ന് വെച്ചാൽ, വിവാഹം, ഞാൻ ഒറ്റ വാക്കേ പറയണുള്ളൂ, പുതുതലമുറ അത് വേണ്ട എന്ന് പറയുമ്പോൾ വിവാഹം നമ്മുടെ അഡ്രസ്സാണ്. ഒറ്റ വാക്കുകൾ, ബാക്കി അതിന്റെ ഭയം നിങ്ങൾ ചിന്തിക്കണം. വിവാഹം നമ്മുടെ അഡ്രസ്സാണ്. ഇന്നയാളുടെ ഭാര്യയാണ് ഞാൻ, അതൊരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിൽ നിന്നാണ് ഇവന്റെ കുട്ടിയാണ്, ഇവന്റെ കുടുംബമാണ്, അല്ലെ? നമ്മൾ പിന്നെ അഭിമാനം കൊള്ളുന്നതെല്ലാം ഏതെന്നാ തുടങ്ങുന്നത്? അതാ കുടുംബജീവിതത്തിൽ നിന്ന്, വിവാഹത്തിൽ നിന്നാ തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സ്റ്റാറ്റസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനമെടുത്താൽ ജീവിതത്തിൽ സഹോദരങ്ങളെ ഒരു അഡ്രസ്സും നമുക്കുണ്ടാവില്ല. രണ്ടാമത്തത്, മാന്യമായി കുടുംബജീവിതം തുടങ്ങിയിട്ട് മാന്യമല്ലാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വന്നാൽ പിന്നെ രണ്ടാൾക്കും സ്വസ്ഥത ഉണ്ടാവില്ല. രണ്ടാളെ മനസ്സ് എന്താ വരികയെന്നറിയോ? മറ്റോനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ആ കൊല്ലലാണ്, ആ കൊലപാതകങ്ങളാണ് നടു റോഡുകളിൽ തീഗോളങ്ങളായി നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടന്ന ഒരു ടീമും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയാമോ? ലോകത്ത് സമാധാനത്തോടുകൂടി ലോകത്തുനിന്ന് പിരിഞ്ഞുപോയിട്ടില്ല. അപ്പൊ സമാധാനത്തിന്റെ ഇടം നമ്മുടെ വീടാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, യുവത്വത്തെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി പറയണില്ല. പിന്നെ അർശിന്റെ തണലില്ലല്ലോ, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും എന്നുള്ളത്. അതിൽ ഒന്നേതാ? ഇമാമും ആദിൽ, നല്ല ഇമാം, നീതിമാനായത്. അതേതാ? നമ്മൾ ഏതെങ്കിലും ഭരണാധികാരികളല്ല, നമ്മളെല്ലാവരും ഭരണാധികാരികളാണ്.
നമ്മുടെ വീടിന്റെ പല ഉത്തരവാദിത്തങ്ങളുള്ളവരാ. രണ്ടാമത് പറഞ്ഞതെന്നറിയോ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി തആല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് തന്റെ യൗവനത്തെ പൂർത്തീകരിച്ച ആളുകൾ. മൂന്നാമത്തത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, പള്ളികളുമായി ഖൽബിനെ ബന്ധിപ്പിച്ച ആളുകൾ. നമുക്ക് പള്ളിയുമായി നമ്മുടെ യുവത്വത്തെ നമ്മൾ ബന്ധിപ്പിച്ചാൽ കിട്ടുന്നൊരു സുഖമുണ്ട്, അത് വല്ലാത്തൊരു ആനന്ദമാണ്. കാരണം ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് രണ്ട് പള്ളികളുമായി കേന്ദ്രീകരിച്ച തുടക്കം. ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ നബിമാരുടെ ശൃംഖല തുടങ്ങുന്നത് അവിടെയാണ്, അല്ലെ? ഒന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലും, മറ്റൊന്ന് മസ്ജിദുൽ ഹറമിലും, വേറൊന്ന് മസ്ജിദുൽ നബവിയിലും. നമ്മൾ നോക്കി നിങ്ങൾ ഇവിടുത്തെ ഏത് ചെറുപ്പക്കാരങ്ങൾ നോക്കിയിട്ട് പള്ളിയുമായിട്ട് നമ്മൾ ബന്ധം നിലനിർത്തിയോ, വല്ലാത്തൊരു സുഖം ആ യുവത്വത്തിനുണ്ടാവും. അതുകൊണ്ട് പ്രായമെത്തിയ 60ഉം 70ഉം കഴിഞ്ഞിട്ട് ഇപ്പൊ ഹയാത്തിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചു നോക്കണം, പിന്നോട്ടൊന്ന് നോക്കണം, ഇന്റെ പൂർവ്വകാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് പടച്ചവനോട് എന്ത് ചെയ്യാറിയോ, ഒന്നുകൂടി നന്നായി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ലഭിച്ച ഈ ആയുസ്സിന്, നമ്മുടെ യൗവനത്തെ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുക. നമ്മളായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവാന്മാര്. തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ്. അത് നീട്ടി പറയാൻ ഒറ്റ വാക്കുള്ളൂ, അതാണ് സഹാബത്തിന്റെ യൗവനം എന്ന് പറയുന്നത്. ഒറ്റ വാക്ക്, നമുക്ക് നമ്മെ ബഹുമാനിക്കാൻ കഴിയണം. ഇങ്ങനെ ആ വാക്ക് മറക്കരുത്. നമുക്ക് നമ്മെ ബഹുമാനിക്കാൻ കഴിയണം. അതെന്തറിയോ? പിന്നിക്ക് ഇങ്ങനെ നോക്കുമ്പോ വല്ലാത്തൊരു സുഖം ഇങ്ങനെ ഉണ്ടാവണം. എന്റെ ഒരു ഗുരുനാഥൻ അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ ചെന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു ഉസ്താദ്. അദ്ദേഹത്തിന്റെ മജ്ജയിലും അസ്ഥിയിലും അല്പം ക്യാൻസർ ബാധിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ചെന്നപ്പോ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഞാനിവിടെ കിടക്കുന്ന സമയത്തും സന്തോഷവാന്മാരാണ്. ആഫിയത്തുള്ള കാലത്ത് ഞാൻ നന്നായി പണിയെടുത്തിട്ടുണ്ട്. ഈ കിടക്കയിൽ 6 മാസമായി കിടക്കുന്നു. ഖുർആനിന്റെ തഫ്സീറും എഴുതി, യൗവനം ദീനിനു വേണ്ടി കൊടുത്ത് ബാക്കിയുള്ള സമയവും ദീനിങ്ങനെ കൊടുക്കുമുണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്. അതനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. വിഷമിക്കേണ്ടി വരുന്ന ഒരു ഘട്ടവും ജീവിതത്തിൽ ഉണ്ടാവരുത്. പ്രാർത്ഥിച്ചുകൊണ്ട്, ആയുസ്സാണ് ഏറ്റവും പ്രധാനം, അള്ളാഹുവിന് കൊടുത്ത് ദീനിനു വേണ്ടി ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൗഹീദിന്റെ വഴിയിൽ മുന്നേറുക. പടച്ചവൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ രക്ഷിതാക്കൾ, ഉത്തരവാദപ്പെട്ട ഓരോരുത്തരും നമ്മുടെ മക്കളെ, അത് എത്ര പ്രായമായവരാണെങ്കിൽ പോലും കൂടെ നിർത്തി അള്ളാഹുവിന്റെ ദീനിന്റെ വഴികളിലൂടെ അവന്റെ ധർമ്മ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കെന്തെല്ലാം ഹിദ്മ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് നടക്കാൻ നമുക്ക് കഴിയണം. ബാക്കി എന്താന്ന് വെച്ചാൽ ദീനും പരലോകവും നമുക്ക് സന്തോഷം തരണം. ബാക്കി പടച്ചവനിൽ ഏൽപ്പിക്കുക. ഹൈറും ഷർറൊക്കെ അള്ളാഹ് തരുന്നത്, ചെയ്യാനുള്ളത് ചെയ്തു എന്ന ഒരു സന്തോഷം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നല്ലത് പറയുക, നല്ലവരായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുക, നല്ലത് ചെയ്യുക. ആയുസ്സിലും ആരോഗ്യത്തിലും ബർക്കത്തിനു വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരൊറ്റ പ്രാർത്ഥന മാത്രം ഞാൻ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. എല്ലാവരും എന്റെ കൂടെ പറയണം. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ. അല്ലാഹുമ്മ ജന്നിബ്നി, അല്ലാഹുവേ നീ എന്നെ അകറ്റേണമേ, മുൻകറാത്തിൽ അഖ്ലാഖ്, എല്ലാവരും വെറുക്കുന്ന സ്വഭാവങ്ങളിൽ നിന്ന്, പിന്നെ വൽ അഅമാലി, എല്ലാവരും എന്നെ വെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അഹ്വാഇ, എല്ലാവരും എന്നെ വെറുക്കുന്ന എന്റെ ദേഹേച്ഛകളിൽ നിന്ന്, വൽ അദ്വാഇ, എല്ലാവരും എന്നെ വെറുത്ത് കളയുന്ന രോഗങ്ങളിൽ നിന്ന്.
ഏതൊക്കെയാ? സ്വഭാവങ്ങൾ, പ്രവർത്തനങ്ങൾ, ദേഹേച്ഛകൾ, രോഗങ്ങൾ എല്ലാവരും എന്നെ അകറ്റിക്കളയുന്നതിൽ നിന്നെല്ലാം എന്നെ നീ അകറ്റണമേ, രക്ഷപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വൃത്തിയില്ലാന്ന് തോന്നുന്ന ഒരു ഇടപാടുകളിലും ഒരു മേഖലകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ മുന്നോട്ട് നീങ്ങുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. നമുക്ക് നാട്ടിൽ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിന്നിരുന്ന നമ്മുടെ ഒരു അറിയപ്പെടുന്ന പ്രവാസിയായ ഒരു ആള് ഇന്നൊരു സർജറിക്ക് വേണ്ടി അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ പള്ളിയിലും സ്ഥിരമായി വരുന്ന നമ്മുടെ ഒരു സഹോദരി, അവരുടെ തലയുമായി ബന്ധപ്പെട്ടൊരു രോഗം ബാധിച്ചും ആശുപത്രിയിലാണ്. അള്ളാഹു എല്ലാവർക്കും അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി ആഫിയത്തോടുകൂടിയുള്ള ഒരു ജീവിതം 2 ലോകത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഓരോ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും നീ ശിഫ നൽകി നീ ഞങ്ങളെ തുണയ്ക്കണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകി തുണയ്ക്കണമേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ കാണുമ്പോ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകി നിന്റെ ദീനിന്റെ വഴിയിലൂടെ മാതാപിതാക്കളും കുടുംബവും ഒന്നിച്ചുകൊണ്ട് സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നിന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. بارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين.